ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാറു സ്വപ്നം കാണുകയാണ്. വെളിച്ചപ്പാട് വന്ന് പറയുന്ന കാര്യങ്ങൾ. നിന്റെ 3 മക്കളിൽ ഒരു മകനെ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. ആ മകനെ തേടി ഇവിടെ ഒരാൾ എത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്വപ്നം കാണുകയാണ് കേട്ടോ. അങ്ങനെ സ്വപ്നം കണ്ട ശേഷം പാറു അങ്ങ് ഞെട്ടി ഉണരുകയാണ്. എന്നിട്ട് വീണ്ടും വെളിച്ചപ്പാട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓർക്കുകയാണ് കേട്ടോ. അങ്ങനെ വെപ്രാളം പിടിച്ചുകൊണ്ട് ഗോപിനാഥിനെ വിളിക്കുകയാണ്. ഗോപിനാഥൻ നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ ഗോപിയേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. എന്താ പാറു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു ഗോപിയേട്ടോ, എനിക്കാകെ പേടിയാവുന്നു എന്ന് പറയാട്ടോ. അപ്പോൾ ഗോപിനാഥ് പറയാൻ, നീ സ്വപ്നമല്ലേ കണ്ടത്, അതിനെന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ആകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഗോപിയേട്ടാ, ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ഗൗതമിനെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഗൗതമിനെ തേടി നിർമ്മല വരികയാണെന്നാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. എനിക്കാകെ പേടിയാകുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോൾ ഗോപിനാഥ് പറയാണ്, നീ എന്തിനാ പാറു ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? അത് വെറുമൊരു സ്വപ്നമല്ലേ പാറു, അതിനൊക്കെ ഓർത്ത് നീ ഇങ്ങനെ ടെൻഷൻ ആയാലോ എന്ന് ചോദിക്കുമ്പോൾ പാറു പറയണ, അല്ല ഗോപിയേട്ടാ, ഇത് സ്വപ്നമല്ല, ഇത് എനിക്ക് വെളിപാട് പോലെ വന്നത് തന്നെയാണ്. വെളിച്ചപ്പാട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് എനിക്ക് ഓർത്തിട്ട് തന്നെ പേടിയാകുന്നു. ഗൗതമിനെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ജീവനോടെ ഉണ്ടാവില്ല, എനിക്കത് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോൾ ഗോപിനാഥ് പറയാണ്, ടെൻഷനാവല്ലേ, നീ ഇപ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ നോക്ക്, എല്ലാം നമുക്ക് ശരിയാക്കാം. നിർമ്മല ഇവിടേക്ക് വരില്ല, അതുപോരെ, ഞാൻ ഏറ്റു, നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞ് പാറുവിനെ ആശ്വസിപ്പിച്ച ശേഷം ഗോപിനാഥ് പാറുവിന് ഉറങ്ങാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാകുന്ന സമയത്ത് പാറു പൂജാമുറിയിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ കണ്ട സ്വപ്നത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. എൻ്റെ ഗൗതമിനെ നഷ്ടപ്പെട്ടാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല. എൻ്റെ ഗൗതമിനെ ഞാൻ എൻ്റെ സ്വന്തം മകനായിട്ടാണ് ഇതുവരെയും വളർത്തിയിട്ടുള്ളൂ. എൻ്റെ ഗൗതമില്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും കഴിയില്ല. എന്നിൽ നിന്നും എൻ്റെ ഗൗതമിനെ വേർപിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ പ്രസവിച്ച എൻ്റെ 2 മക്കളെക്കാളും കൂടുതൽ എൻ്റെ ഗൗതമിനോടാണ് എനിക്ക് വാത്സല്യവും സ്നേഹവും. എൻ്റെ ഗൗതമിനെ ഒരിക്കലും എന്നിൽ നിന്നും അകറ്റരുത്. എൻ്റെ ഗൗതമിന് വേറെ ഒരു അവകാശിയായി ആരും തന്നെ ഇവിടേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതമിനെ കുറിച്ച് ഓർത്ത് പാറു പൊട്ടിക്കരയുന്നത്. ഇതുവരെയും വസുന്ധര എന്നെ തനിച്ച് നിർത്തിയിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്താറുള്ളത്. ഗൗതമിനെ ചൊല്ലി എല്ലാ രഹസ്യവും ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് ശിവാനി കൂടി വന്നതാണ്. ഇനി ശിവാനി എങ്ങാനും ഈ രഹസ്യം അറിഞ്ഞാൽ, എൻ്റെ ഗൗതം ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ, ആ നിമിഷം തന്നെ എൻ്റെ ഗൗതമിനെ എനിക്ക് നഷ്ടപ്പെടും. അതെനിക്ക് താങ്ങാൻ കഴിയില്ല. വസുന്ധര ശിവാനിയെ ഇവിടേക്ക് കൊണ്ടുവന്നതിൻ്റെ പിറകിൽ ഇങ്ങനെ വല്ല ചതിയുമുണ്ടെങ്കിൽ ഗൗതം അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും അത് താങ്ങാൻ കഴിയില്ല. ഈശ്വര, ഇതൊന്നും എൻ്റെ ഗൗതം ഒരിക്കലും ഇതൊന്നും അറിയരുതേ. എൻ്റെ ഗൗതമിനെ കുറിച്ചുള്ള രഹസ്യം ആരും അറിയരുതേ. എൻ്റെ ഗൗതമിനെ ചൊല്ലി ആരും അവകാശിയായി വരരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം കാരുണ്യ ആശ്രമത്തിലേക്ക് നിർമ്മല എത്തുകയാണ് കേട്ടോ. അങ്ങനെ നിർമ്മല അവിടേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള സ്റ്റാഫിനെ പോയി കാണുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടുത്തെ സാർ എവിടെ? സോമരാജൻ സാറിനെ എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ, സാറ് പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ മാഡം എന്ന് പറയാട്ടോ. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇവിടെ 30 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് സോമരാജൻ സാറിനെ കണ്ട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയാട്ടോ. സോമരാജൻ സാറ് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ടാണ് വരികയുള്ളൂ എന്ന് പറയാം. എങ്കിൽ ഞാൻ സോമരാജൻ സാറിനെ കണ്ടിട്ടാണ് പോകുന്നുള്ളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് നിർമ്മല അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സോമരാജൻ സാറ് അവിടേക്ക് വരികയാണ്. അപ്പോൾ നിർമ്മല കാരുണ്യ ആശ്രമത്തിലേക്ക് കാലെടുത്ത് വെച്ച ഉടനെ തന്നെ, ഗൗതമിനെ പ്രസവിച്ച ഉടനെ തന്നെ ഉപേക്ഷിച്ച ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആലോചിക്കുന്നത്. ഗൗതമിനെ ഉപേക്ഷിച്ച് നിർമ്മല പോയ ആ ഒരു നിമിഷത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ നിർമ്മല ആലോചിക്കുകയാണ്. കാരുണ്യ ആശ്രമത്തിലേക്ക് നിർമ്മല എത്തിപ്പെട്ട ആ നിമിഷവും ആലോചിക്കുകയാണ് കേട്ടോ. കാരുണ്യ ആശ്രമത്തിലേക്ക് പാറുവും ഗോപിനാഥും കൊണ്ടുവന്ന് ആക്കിയതിനെ കുറിച്ചൊക്കെ നിർമ്മല ആലോചിക്കുകയാണ്. നിർമ്മല പാറുവിൻ്റെ ഫ്രണ്ട് ആയിരിക്കും കേട്ടോ, അതും ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരിക്കും. പാറുവിനെ എല്ലാ കഷ്ടപ്പാടുകളിലും സഹായിച്ചിരുന്നത്
നിർമ്മലയുടെ അച്ഛനും അമ്മയും നിർമ്മലയുമായിരിക്കും. ആ ഒരു സഹായമാണ് പാറു ഗോപിനാഥും കൂടി നിർമ്മലയ്ക്ക് ചെയ്യുന്നത്. ഒരു ദിവസം പാറുവിനെയും ഗോപിനാഥിനെയും കാണാൻ വേണ്ടി നിർമ്മല വരികയാണ്. അങ്ങനെ നിർമ്മല നിറവേറായി വരുന്നത് കണ്ടപ്പോൾ പാറു ആകെ അതിശയിച്ചു പോവുകയാണ്. എന്നിട്ട് ഗോപിനാഥും പാറുവും മാറി മാറി നിർമ്മലയോട് ചോദിക്കുകയാണ്, നിന്നോട് ഈ ചതി ചെയ്തത് ആരാണ്? അയാളുടെ പേര് പറ എന്ന് പറയുമ്പോൾ നിർമ്മല അക്കാര്യത്തെക്കുറിച്ച് പാറുവിനോടും ഗോപിനാഥനോടും പറയുന്നില്ല. അങ്ങനെ പാറുവിൻ്റെ ക്ഷമ നശിച്ച് നിർമ്മലയുടെ കരണം നോക്കി അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴൊന്നും നിർമ്മല ആ സത്യം പാറുവിനോടും ഗോപിനാഥനോടും പറയുന്നില്ല. അങ്ങനെ വീണ്ടും വീണ്ടും പാറു ചോദിക്കുകയാണ്, നിന്നോട് ഈ ചതി ചെയ്തത് ആരാണെങ്കിലും നീ ഒന്ന് തുറന്നു പറ, ഞങ്ങൾ അയാളെ കണ്ട് സംസാരിച്ചോളാം. നീ ഒന്ന് പറഞ്ഞത് കേൾക്ക്. നിന്റെ വീട്ടിലുള്ളവർ ആരെങ്കിലും ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് താങ്ങാൻ കഴിയില്ല, അവർ ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് നീ പറ, ആരാണ് നിന്നെ ചതിച്ചത്? ഞങ്ങൾ പോയി സംസാരിച്ചോളാം എന്ന് പറയുന്ന സമയത്തൊന്നും നിർമ്മല ആ പേര് പറയുന്നില്ല കേട്ടോ. അങ്ങനെ പാറുവിന് വീണ്ടും ദേഷ്യം പിടിച്ച് നിർമ്മലയുടെ കരണം നോക്കി വീണ്ടും ഒരു അടി കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നിർമ്മല പൊട്ടിക്കരയുന്നു എന്നല്ലാതെ ആ ഒരു പേര് പറയുന്നില്ല. അവസാനം പാറുവിനോട് പറയുകയാണ്, എന്നെ ഒന്ന് രക്ഷിക്കണം. ഇക്കാര്യമെങ്ങാനും എൻ്റെ വീട്ടിലുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീടിൻ്റെ മാനം തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഈ പ്രസവം കഴിയുന്നത് വരെ ഈ രഹസ്യം ആരും അറിയരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ മാറ്റിയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ നിർമ്മല. അങ്ങനെയാണ് നിർമ്മലയെയും കൊണ്ട് പാറുവും ഗോപിനാഥും കൂടി കാരുണ്യ ആശ്രമത്തിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് സോമരാജനെ സാറിനെ കണ്ട് ഗോപിനാഥ് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സാറ് പറയുന്നുണ്ട്, ഇല്ല, ഇവിടെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ആളെ നിർത്താൻ കഴിയില്ല. ഇത് ഒരു അനാഥാലയമാണ്. ഇത് ആരാരുമില്ലാത്തവരെ സംരക്ഷിക്കുന്ന ഇടമാണ്. ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള ഒരാളെ ആരാണ് ചതിച്ചത് എന്ന് പോലും അറിയാൻ കഴിയാത്ത ആളെ ഒന്നും നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയട്ടോ. അങ്ങനെ പിന്നെ ഗോപിനാഥ് ഒരുപാട് സോമരാജൻ സാറിനോട് സംസാരിച്ച ശേഷമാണ് അയാൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുന്നത്. എങ്കിൽ പ്രസവം കഴിയുന്നത് വരെ തൽക്കാലം ഇവിടെ നിന്നോട്ടെ, അതും ഗോപിനാഥ് സാറ് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞ് നിർമ്മലയെ ആ കാരുണ്യ ആശ്രമത്തിൽ ആക്കിയിട്ടാണ് പാറുവും ഗോപിനാഥും കൂടി പോകുന്നത്. ആ ഒരു നിമിഷത്തെക്കുറിച്ചൊക്കെ നിർമ്മല അപ്പോൾ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആ സമയത്താണ് സോമരാജൻ സാറ് അവിടേക്ക് കയറി വരുന്നത്. അങ്ങനെ സാറിനെ കണ്ട ഉടനെ തന്നെ നിർമ്മല എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ സോമരാജൻ സാറിന് നിർമ്മലയെ ഓർമ്മ വരികയാണ്. നിർമ്മലയല്ലേ എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അതെ സാറേ എന്ന് പറയുമ്പോൾ, നീ എന്താ ഇപ്പോൾ ഇവിടെ? 30 വർഷം നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നെ സാറൊന്ന് സഹായിക്കണം. ഞാനിപ്പോൾ ശരിക്കും അനാഥയാണ്. എനിക്കിപ്പോൾ ആരാരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം തന്നെ മരണപ്പെട്ട് ഇപ്പോൾ ശരിക്കും ഞാൻ ഈ ഭൂമിയിൽ തനിച്ചാണ്. ഞാൻ സാറിനെ കണ്ട് ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത് എന്ന് പറയട്ടോ. അങ്ങനെ സോമരാജൻ സാറ് നിർമ്മലയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിർമ്മലയ്ക്ക് അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അറിയാനാണ് ഞാൻ വന്നത് എന്ന് പറയട്ടോ. നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അറിയാൻ 30 വർഷങ്ങൾക്ക് മുന്നേ നീ എവിടെയായിരുന്നു? ആ കുഞ്ഞിനെ നീ ഉപേക്ഷിച്ച് പോയതല്ലേ? ഇനി എന്താ നിനക്ക് ആ കുഞ്ഞിനെക്കുറിച്ച് അറിയേണ്ടത് എന്ന് ചോദിക്കാട്ടോ. അങ്ങനെ പറയരുത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. ഈ ഭൂമിയിൽ ഇപ്പോൾ എനിക്കെന്ന് പറയാൻ, സ്വന്തമായി എനിക്ക് എന്ന് പറയാൻ ആ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാൻ തികച്ചും അനാഥയാണ്. ഇപ്പോൾ എനിക്ക് ആരാരുമില്ല സാറേ. സാർ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ, ഇല്ല, അതിന് എന്നെ കൊണ്ട് കഴിയില്ല. ആ കുഞ്ഞിനെ ദത്തെടുത്ത് കൊണ്ടുപോയി. ആരാണ് കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ, അത് എനിക്ക് പറയാൻ കഴിയില്ല. ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് കൊണ്ടുപോയാൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയവരാരാണെന്നുള്ളത് പറയാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതൊരിക്കലും ഞാൻ പറയുകയുമില്ല എന്ന് പറയട്ടോ. അങ്ങനെ പറയരുത് സാറേ, എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായം ചെയ്തൂടെ എന്ന് പറയുമ്പോൾ, ഇല്ല, എനിക്കത് കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ നിർമ്മല സോമരാജൻ സാറിൻ്റെ കാലിൽ അങ്ങ് വീഴുകയാണ്. എന്നെ കൈവിടരുത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ അകലെ നിന്നൊന്ന് കണ്ടാൽ മതി. ഞാൻ ഒരിക്കലും അവൻ്റെ അമ്മയാണെന്ന് ഞാൻ പറയില്ല. എനിക്ക് ദൂരെ നിന്നൊന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ, ഇല്ല, അത് പറയാൻ കഴിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ പറയരുത്. എങ്കിൽ ഞാൻ പറയാം, നീ എൻ്റെ കാല് വീണിപ്പോൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഒരിക്കലും നീ അവിടെ പോയി നീ അവൻ്റെ അമ്മയാണെന്ന് ഒന്നും തന്നെ പറയരുത്. നീ ആര് തന്നെ ചോദിച്ചാലും അമ്മയാണെന്നും പറയാൻ പാടില്ല. അത് അവരോട് ചെയ്യുന്ന വലിയ ഒരു ചതിയായിരിക്കും. അവർ സ്വന്തം മകനായി വളർത്തുകയാണ് ആ കുഞ്ഞിനെ. 30 വർഷത്തോളമായി പൊന്നുപോലെ ആ കുഞ്ഞിനെ
വളർത്തി വരികയാണ്. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അത് താങ്ങാൻ കഴിയില്ല, ആ കുഞ്ഞിനും അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഈ സത്യം ആരോടും പറയരുത് എന്ന് പറയട്ടോ. ഞാൻ ആരെയും അറിയിക്കില്ല സാറേ, ഞാൻ ദൂരെ നിന്നൊന്ന് എൻ്റെ കുഞ്ഞിനെ കാണുക മാത്രമേ ഉള്ളൂ. ആരാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ അവനെ കൊണ്ടുപോയത് നിൻ്റെ ഫ്രണ്ട് പാറുവും ഗോപിനാഥുമാണ് എന്നങ്ങ് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ നിർമ്മലയ്ക്ക്. എൻ്റെ പാറു അവൾ നല്ലവളാണ്, അവൾ എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും, സ്വന്തം കുഞ്ഞായിട്ട് തന്നെ അവൾ നോക്കി വളർത്തിയിട്ടുണ്ടാവും, എനിക്കത് അറിയാമെന്നൊക്കെ സന്തോഷത്തോടു കൂടി നിർമ്മല പറയുകയാണ് കേട്ടോ. അങ്ങനെ നിർമ്മല ചോദിക്കുകയാണ് അവരെവിടെയാണ്, അവരുടെ അഡ്രസ്സ് ഒന്ന് എനിക്ക് തരുമോ, ഞാൻ ദൂരെ നിന്നൊന്നും എൻ്റെ മോനെ കണ്ടിട്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ഇവിടെ ഇല്ല, അവരിപ്പോൾ സ്ഥലം മാറി മറ്റൊരു ഇടത്തേക്ക് പോയി, പക്ഷെ അത് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് സോമരാജൻ സാറ് കള്ളം പറയുകയാണ് കേട്ടോ. നിർമ്മല പാറുവിൻ്റെയും ഗോപിനാഥിൻ്റെയും വീട്ടിലേക്ക് പോയി ഗൗതമിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ ഞാൻ അവൻ്റെ അമ്മയാണെന്ന് പറയും എന്നുള്ള പേടിയിലാണ് സോമരാജൻ സാറ് അക്കാര്യം വെച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് എനിക്കറിയില്ല, അവരെവിടേക്കാണ് പോയത് എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ്. അങ്ങനെ അവിടെ നിന്നും സോമരാജൻ സാറ് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നിർമ്മല ചോദിക്കുകയാണ് എൻ്റെ മോൻ്റെ പേരൊന്ന് പറയാമോ സാർ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ പേര് ഗൗതം എന്നങ്ങ് പറഞ്ഞപ്പോൾ ഗൗതം എന്നുള്ള ആ ഒരു പേര് കേട്ടപ്പോൾ നിർമ്മലയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ നിർമ്മല ഗൗതം എന്നുള്ള പേര് കേട്ടതോടുകൂടി നിർമ്മല ആശ്രമത്തിൽ നിന്നും പോവുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നിധി വരുന്നത്. നിധി ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നിധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിധിക്കൊരു കോള് വരികയാണ്. അപ്പോൾ നിധി കോളിൽ സംസാരിച്ചുകൊണ്ടാണ് കാരുണ്യ ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ സമയത്ത് തന്നെയാണ് നിർമ്മല പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കേട്ടോ. അങ്ങനെ നിർമ്മലയും നിധിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് നോക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുന്നില്ല കേട്ടോ. അങ്ങനെ നിധി നേരെ ആശ്രമത്തിൽ ചെന്ന ശേഷം അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിക്കുകയാണ്. എനിക്ക് ഒരാളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് പറയട്ടോ. നിങ്ങൾക്ക് ആരെയാണ് അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ 30 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ താമസിച്ചിരുന്ന ഒരാളെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയാണ്. അത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ ആളുടെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് പറയട്ടോ. അങ്ങനെ നിധി നിർമ്മല എന്നങ്ങ് പേര് പറഞ്ഞപ്പോൾ നിർമ്മലയോ, അങ്ങനെ ഒരു സ്ത്രീ ഇപ്പോൾ ഇവിടെ വന്നിരുന്നല്ലോ, ദാ ഇപ്പോഴാണ് അവർ ഇറങ്ങിപ്പോയത് എന്ന് പറയട്ടെ. അപ്പോൾ നിധി ചോദിക്കുക എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ ആ സ്റ്റാഫ് പറയുകയാണ് ദാ ഇപ്പോൾ ഇറങ്ങിപ്പോയതേ ഉള്ളൂ. അവർ എങ്ങനെയാണ്, ഒരു ഏകദേശം രൂപം പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അവരൊരു സാരി എടുത്തിട്ടാണ് വന്നത്, അവരുടെ കയ്യിലൊരു ബാഗുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധി പുറത്തേക്ക് ഓടി പോവുകയാണ്. അപ്പോൾ നിധി ചെല്ലുന്ന സമയത്ത് നിർമ്മല ഒരു ഓട്ടോയിൽ കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ നിർമ്മലയെ നിധിക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ നിധി വീണ്ടും ആ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇനി എങ്ങാനും നിർമ്മല എന്ന് പറഞ്ഞ ആ സ്ത്രീ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചൊന്ന് അറിയിക്കണം എന്ന് പറഞ്ഞ് നിധിയുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണ് കേട്ടോ. ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ ഉറപ്പായും ഇതിലേക്ക് വിളിച്ച് പറയണം, ഞാൻ ഇവിടേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് നിധി പിന്നെ പോവുകയാണ്.